സംസ്ഥാനത്തെ കള്ളുഷാപ്പുകളുടെ കണക്കൊന്ന് നോക്കണം നമുക്ക്. ആ കണക്ക് നോക്കിയാൽ 914 ഗ്രൂപ്പുകളിലായി 5171 കള്ളുഷാപ്പുകളാണുള്ളത്. ലൈസൻസ് പുതുക്കാതെ പൂട്ടിയതോ 505 കള്ളുഷാപ്പുകളാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് തൃശൂരിലാണ്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനായി. സുനിഷ, കണക്കുകളൊക്കെ ഓക്കെ, പക്ഷേ ഇതിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓരോ കണ്ടെത്തലുകളും ഞെട്ടിക്കുന്നതാണ്. ഒന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയാൽ തലയിൽ കൈവച്ചു പോകുന്ന കാര്യമാണ്. ഇതൊക്കെ പരിശോധിച്ചുറപ്പിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും വീഴ്ചകൾ സംഭവിക്കുകയാണ്. എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? സംസ്ഥാനത്ത് എത്ര കള്ളുഷാപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്? അതിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് പൂട്ടിപ്പോയത് എത്രയുണ്ട്? ഏത് ജില്ലയിലാണ് ഇത് കൂടുതൽ? നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയം എന്താണ് സുനിഷ? റോഷ്നി ഈ പറഞ്ഞതുപോലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആകെ മൊത്തത്തിൽ 914 ഗ്രൂപ്പുകളിലായി 5171 കള്ളുഷാപ്പുകളാണ് സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ 3962 കള്ളുഷാപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ തൊഴിലാളി യൂണിയനുകളുടെ ഭാഗമായി 386ഓളം കള്ളുഷാപ്പുകളാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ റോഷ്നി പറഞ്ഞതുപോലെ ഈ മെയ് 31-നുള്ളിൽ ഈ ലൈസൻസ് പുതുക്കാത്ത ചില കള്ളുഷാപ്പുകളുണ്ട്. അതേസമയം തന്നെ ചില പ്രത്യേക കാരണങ്ങളാൽ ലൈസൻസ് റദ്ദ് ചെയ്ത ചില കള്ളുഷാപ്പുകളുണ്ട്. അതായത് നിലവിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത കള്ളുഷാപ്പുകൾ എത്ര എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ 505ഓളം കള്ളുഷാപ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്തത്, ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കള്ളുഷാപ്പുകൾ എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് റോഷ്നി സൂചിപ്പിച്ചതുപോലെ തൃശൂർ ജില്ലയിലാണ്. തൃശൂരിൽ മാത്രം 242 കള്ളുഷാപ്പുകളാണ് ഇത്തരത്തിൽ പുതുക്കാതെയും ലൈസൻസ് റദ്ദാക്കിയും ഒക്കെ പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി തിരുവനന്തപുരത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് 23 കള്ളുഷാപ്പുകളാണ് ഇത്തരത്തിൽ പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ ജില്ല തിരിച്ചു നോക്കുകയാണെങ്കിൽ കൊല്ലം അത് 77ഓളം കള്ളുഷാപ്പുകളുണ്ട്. പത്തനംതിട്ടയാണെങ്കിൽ 59ഓളം കള്ളുഷാപ്പുകളാണ്. ആലപ്പുഴ 19 കള്ളുഷാപ്പുകളുണ്ട്. കോട്ടയത്താണെങ്കിൽ 12 കള്ളുഷാപ്പുകളാണ്. ഇടുക്കി നോക്കുകയാണെങ്കിൽ അതിൽ 25 കള്ളുഷാപ്പുകൾ ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പാലക്കാട് 16 കള്ളുഷാപ്പുകൾ ഇത്തരത്തിൽ ഈ ലൈസൻസ് പുതുക്കാത്തതിന്റെ ഭാഗമായി പൂട്ടിയിട്ടുണ്ട്. മലപ്പുറത്താണെങ്കിൽ 26ഓളം കള്ളുഷാപ്പുകൾ. ഇങ്ങനെയാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. റോഷ്നി പറഞ്ഞതുപോലെ പലപ്പോഴും പരിശോധന നടക്കുന്നില്ല. ഈ എക്സൈസ് വിഭാഗത്തിന്റെ പരിശോധന കൃത്യമായി നടക്കുന്നില്ല. ലൈസൻസ് നൽകാൻ കഴിയുന്നതാണോ അല്ലെങ്കിൽ ഇവയ്ക്ക് ലൈസൻസ് റദ്ദാക്കേണ്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ശക്തമായി ഉയരുന്നുണ്ട്. ഇപ്പോഴും അറിയേണ്ടത് 505 സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ കള്ളുഷാപ്പുകൾക്കാണ് ഇപ്പോൾ തുറക്കാൻ അനുമതിയില്ലാത്തത്. അപ്പോഴും എവിടെയെങ്കിലും ഇത്തരത്തിൽ അനധികൃതമായി ഇത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പരിശോധന കൂടി വ്യാപകമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഈ നിയമസഭയിൽ മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചിലയിടങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള കള്ളപ്പണികൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അനധികൃതമായി കള്ളുഷാപ്പുകൾ പ്രവർത്തിക്കുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പദ്ധതികൾ ഈ ആളുകൾ എക്സൈസ് വകുപ്പിന്റെ കൃത്യമായ പരിശോധനയെല്ലാം നടത്തുമെന്നൊക്കെ മന്ത്രി തന്നെ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ അത് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇങ്ങനെയാണ്. 5100-ലധികമാണ് ഇവിടെയുള്ള കള്ളുഷാപ്പുകൾ. അതിൽ 3800-ലധികം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 505-ലധികം കള്ളുഷാപ്പുകളാണ് ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ളത്. അതായത് നിലവിൽ തുറക്കാതെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് റോഷ്നി. സുനിഷ അയ്യല്ലൂരാണ് കണക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിലും പരിശോധനകൾ ഉണ്ടാവേണ്ടതുണ്ട്, അവിടെയും ഇത്തരത്തിൽ വ്യാജമായി അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പുകളുണ്ട് എന്ന്. തീർച്ചയായും ഓരോ ജില്ലകൾ തോറും എക്സൈസ് ഇത് വളരെ ഗൗരവതരമായി എടുത്ത് പരിശോധിക്കേണ്ട വിഷയമാണ്. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ തൂഫാൻ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എക്സൈസ് വകുപ്പിനും ഇത്തരം കള്ളുഷാപ്പുകളുമായി ബന്ധപ്പെട്ടോ മദ്യശാലകളുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധനകൾക്ക് ഇറങ്ങാമെന്ന് പറയുന്നു. നല്ല സജഷൻസ് ആണത്.